അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ കണ്ടിന്യൂറ്റി ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ആഫ്റ്റർ ഡെലിവറിയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കത് മുഴുവിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ എൻ്റെ ബാക്കി നമുക്ക് പറയാം. നമ്മൾ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ചിലർക്ക് ഇതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വന്നാൽ നല്ല ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്, നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ എന്ന് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് വന്നിട്ടുള്ള വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തില്ല. അതൊരു പഥ്യം, ഒരു ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ നമുക്ക് ഈ ഇതിൽപ്പെട്ട ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു സങ്കടവും വിഷമമൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഉണ്ടായിരുന്നു, മീനും മുട്ടയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ശരിക്കും സങ്കടം വന്നുപോയി. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് ദിവസത്തേക്കുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നോർത്ത് അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ആ ഫുഡൊക്കെ കഴിക്കാതിരുന്നു. അതിൽ അത്ര സങ്കടപ്പെട്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് കഴിക്കാതിരുന്നാൽ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കഴിക്കാമല്ലോ. അതുകൊണ്ട് നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. പിന്നെ രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കുഞ്ഞുണ്ടായി നമ്മൾ വീട്ടിൽ വന്നു, ഒരു പിന്നെ അങ്ങോട്ടുള്ള ഡേയ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു അമ്മയും അച്ഛനും ആ ഒരു കുഞ്ഞും ആ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ടതാണ്. കുറച്ച് അത് നമ്മൾ ഫീൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ കൂടുതലായിട്ടും ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അതായത് ഹസ്ബൻഡിനെ അതുപോലെ റൂമിലേക്ക് കയറ്റത്തില്ല. അതിൽ ഒരു 10 മിനിറ്റ് കൂടിപ്പോയാൽ പിന്നെ ഹസ്ബൻഡിനെ നിർത്തത്തില്ല, കുഞ്ഞിനെ മാത്രം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം, എന്നിട്ട് പെട്ടെന്ന് പോരാം, അല്ലാതെ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മൾ അവരുടെ ആ ഒരു നല്ല മൊമെൻറ്റ്സ് നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. എനിക്കതങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അവർ അമ്മയും ഒരു അച്ഛനും ഒരു കുഞ്ഞും. ഓക്കെ, അത് എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഓക്കെ, അപ്പം അതായിരിക്കും അവർക്ക് മിക്കവാറും ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ടുള്ള തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കങ്ങനെ അതധികം കിട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, അതൊരു നമുക്ക് സങ്കടം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. സങ്കടം വരും നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത് വേണമെന്ന് നമുക്ക് തോന്നും. ഓക്കെ, അങ്ങനെയൊരു മൊമെൻ്റായിരുന്നു അത്. പിന്നെ വന്നിട്ട് എന്ന് പറയുന്നുള്ളത് ഇതുപോലെ കുളിപ്പിക്കാനുള്ള കുളിപ്പിക്കുന്നത്. എനിക്ക് സി സെക്ഷൻ ആയാലും വലിയ കുളിയൊന്നും ഇല്ലായിരുന്നെങ്കിലും വലിയ കുളിയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചുള്ള ഒരു കുളി മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഇതിൻ്റെ ചൂടുള്ള തിളച്ചുള്ള കോരി അങ്ങ് ഒഴിക്കുക. ഞാനതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പം അമ്മയുടെ അനിയത്തിയാണ്, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കുളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തുടക്കത്തിലൊക്കെ പറഞ്ഞത് ചൂടുവെള്ളമൊന്നും വേണ്ട, തണുത്തുള്ള മതി. പക്ഷേ ചെറുതായിട്ടുള്ളൊരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചുള്ളൊരു കുളിയായിരുന്നു. അതിൽ നിന്നും ഞാൻ നൈസായിട്ട് രക്ഷപ്പെട്ടെന്നല്ല, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. അതത്രയും കുഴപ്പമില്ലായിരുന്നു. അപ്പം ഈ ഒരു എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശരിക്കും. അപ്പം ഇതിലും ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം, അതായത് ഈ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എക്സ്ട്രീമായിട്ട് ഒത്തിരി മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുകയാണ്, ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് സ്റ്റിച്ചും കാര്യങ്ങളും മുറിവുകളൊക്കെ ഉണ്ടാവത്തില്ലേ, അവർക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേദന, ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ഈ വേദന ഇങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിൻ്റെ കരച്ചിൽ, രാത്രിക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ ചിലപ്പം ചിലർക്കൊന്നും മാറിയെടുക്കാൻ പോലും ആരും കാണത്തില്ല. ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പലരും അവരുടെ തന്നെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മളോർക്കും, എനിക്കൊന്നും അത്രയും വന്നില്ലല്ലോ, എനിക്ക് ഭാഗ്യമാണ്. കാരണം വെച്ചാൽ അത്രയും എനിക്ക് വന്നിട്ടില്ല. എടുക്കാനാണേലും കുഞ്ഞിനൊന്ന് മാറിയെടുക്കാനാണേലും ഒന്ന് എടുത്തുകൊണ്ട് നടക്കാനെല്ലാം ആളുണ്ടായിരുന്നു എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. ചിലരുടെ കാര്യത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ അവസ്ഥ കേട്ടാൽ നമ്മൾ തന്നെ സഹായിപ്പും. അതുപോലത്തെ അവസ്ഥകളാണ്, അവരുടെ അനുഭവങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്ര ലോങ് ആക്കുന്നില്ല, എനിക്ക് അത്ര ലോങ് ആക്കി ചെയ്യണം എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് ഷോർട്ടാക്കുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന വ്യൂവേഴ്സ് നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.